ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ റെനോ ട്രൈബ് 2026 വീഡിയോയുടെ താഴെ യൂട്യൂബിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വാഹനത്തിന് മാരുതി സുസുക്കിയുടെ എംബ്ലം ആണെങ്കിൽ നല്ല സെയിൽസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുതലാണെന്നുള്ളത്. വാസ്തവമായിട്ടുള്ള കാര്യമാണ്. കാര്യം മാരുതി സുസുക്കിക്ക് നിലവിൽ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെയുള്ള സെയിൽസ് പോയിന്റുകളും അതേപോലെ തന്നെ സർവീസ് പോയിന്റുകളും ഭയങ്കര ഹ്യൂജ് നമ്പറാണ്. അപ്പോൾ അതിനെ കവറപ്പ് ചെയ്യാൻ ഒരിക്കലും റെനോയ്ക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ബ്രാൻഡുകൾക്കൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ റെനോയ്ക്ക് നിലവിലുള്ള കുറച്ച് കസ്റ്റമേഴ്സും പുതിയതായിട്ട് അവരുടെ കൈകർ വഴിയൊക്കെ അട്രാക്ട് ചെയ്ത കുറേ കസ്റ്റമേഴ്സുമാണ് നിലവിലുള്ളത്. പിന്നെ പ്രീവിയസ് മോഡലായിരുന്ന ഡസ്റ്റർ അട്രാക്ട് ചെയ്ത കുറേ അധികം ഒരു കസ്റ്റമേഴ്സ് ഉണ്ട്. അവരൊന്നും ഈ സ്റ്റിൽ റെനോ വിട്ട് പോകാത്ത ഒരു കസ്റ്റമേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിലവിലിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ട്രൈബറിൻ്റെ അപ്ഡേറ്റ്, അതേപോലെ തന്നെ അവരുടെ അത്യാവശ്യം നല്ല സെയിൽസുള്ള കൈകർ, പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുക സെയിൽസ് വിപണിയിൽ എത്താൻ പോകുന്ന ഡസ്റ്റർ, അപ്പോൾ ഡസ്റ്ററിനൊക്കെ മികച്ച റെസ്പോൺസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി അവർക്കൊരു സർവീസ് പോയിന്റുകളൊക്കെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സെയിൽസിൽ അവർക്ക് കയറി വരാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മാരുതി സുസുക്കിയെ സംബന്ധിച്ച് നിലവിൽ ട്രൈബറിൻ്റെ പ്രൈസ് എൻഡ് ചെയ്യുന്നിടത്താണ് അവരുടെ എർട്ടിഗയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെനോയ്ക്ക് അവിടെ ഉള്ള ഒരു എഡ്ജ് മുതലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അവർ കമ്പനി തലത്തിൽ കൊണ്ടുവന്നെങ്കിലേ മതിയാവുള്ളൂ. എന്തായാലും ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ട മുസ്താഖ് ചേരൂറിന് ഒരു നന്ദി പറയുകയാണ്. കൂടുതൽ ഇതുപോലുള്ള കമൻറ്റുകൾ, കുറച്ച് ഡിസ്കഷൻ ടൈപ്പ് കമൻറ്റുകളൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ താങ്ക് യു മുസ്താഖ്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള കമൻറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ മറുപടിയായിട്ട് തന്നെ നൽകാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് us. ഡ്രൈവറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാൻ ഇനിയും താല്പര്യമുള്ളവർ ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുവെക്കുക.